ഇന്ത്യയിലെ വൺ ഓഫ് ദ ടോപ്പ് ബ്രോക്കറായ ധനിൽ എങ്ങനെ ഈസിയായി നമുക്കൊരു അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. സീറോ ബ്രോക്കറായ ധനിൽ വളരെയധികം ഫ്യൂച്ചേഴ്സുകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പം ഈ ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് ഇനി വരുന്ന വീഡിയോയിൽ കാണാം. അതിനായി നിങ്ങൾ ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ പോകുന്നത്. അപ്പം ഇവിടെ സ്റ്റാർട്ട് ട്രേഡിംഗ് ഓൺ ധൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മെയിൽ ID കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് ധൻ എന്ന പ്ലാറ്റ്ഫോമിൽ ഏത് മെയിലാണോ യൂസ് ചെയ്യേണ്ടത് ആ മെയിൽ ID ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. മെയിൽ ID കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ സെറ്റ് പിൻ ഫോർ യുവർ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നേരത്തെ ഏത് പിന്ന് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ അക്കൗണ്ടിലേക്ക് കയറേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്ന ഒരു പിന്ന് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഇവിടെ നമ്മൾ ഫിനിഷ് KYC ആൻഡ് ഓൺബോർഡിംഗ് പ്രോസസ് എന്ന് പറഞ്ഞ ആ ഒരു ബാറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇവിടെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പാൻ നമ്പർ ക്ലിക്ക് ചെയ്യാനാണ്. പാൻ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞവരായിരിക്കണം ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു ടിക്ക് ബാർ ഉണ്ട്, ടിക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ പാൻ നമ്പർ ഒക്കെ അവർ ഫെച്ച് ചെയ്യും. അപ്പൊ നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കും. അതിനുശേഷം താഴെ യെസ് ദാറ്റ്സ് മീ പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് വിയ ഡിജി ലോക്കർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പേരിലുള്ള ആധാർ നമ്പർ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം നമുക്ക് ഡിജി ലോക്കറിന്റെ പിന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ മുമ്പ് ഡിജി ലോക്കർ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഡിജി ലോക്കറിന്റെ പിന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഡിജി ലോക്കറിന്റെ പിൻ അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഫോർഗോട്ട് മൈ പിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫോർഗോട്ട് മൈ പിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം എങ്ങനെയായിരിക്കും വരുന്നതെന്ന്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് പിൻ ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റിയ ഒരു പിൻ ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഡൺ എന്ന് പറഞ്ഞൊരു ബാറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും വരിക. ഇതിനുശേഷം നമുക്ക് ഏറ്റവും താഴേക്ക് നമുക്ക് നോക്കാം, ഇവിടെ അലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ അലോ കൊടുക്കുക. ഇതിനുശേഷം ഈ ഒരു ബാറിൽ സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിനുശേഷം നമുക്ക് ഇത് തൊട്ട് മുമ്പുള്ള ആ ബാറിലേക്ക് വരിക. ഇവിടെ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അതേപോലെ തന്നെ നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അതേപോലെ ഇവിടെ നമ്മുടെ ഫാദറിന്റെ പേര്. അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന ആ ഒരു ടിക്ക് ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷമാണ് ഇനി നമ്മുടെ ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ ലൈവ് ആയിട്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ മൊബൈലിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, മൊബൈലിന്റെ സെൽഫി ക്യാമറ ഓപ്പൺ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ നേരത്ത് നിങ്ങളുടെ ഷോൾഡറിന് മുകളിലേക്കാണ് എടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഇത് ചെയ്യാം. നമ്മൾ ഓപ്പൺ ക്യാമറ എന്ന് വരുമ്പോൾ കൊടുക്കുമ്പോൾ തന്നെ പ്രൊസീഡ് ടു ടേക്ക് സെൽഫി എന്ന് പറഞ്ഞൊരു ഐക്കൺ വരും, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നോട്ടിഫിക്കേഷൻ ബാറിൽ ഒരു പോപ്പപ്പ് ആയിട്ട് ഒരു മെസ്സേജ് വരും, നമുക്ക് ക്യാമറ ആക്സസ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. അതപ്പം നമ്മൾ അലോ ദിസ് ടൈം കൊടുക്കുക. ഇതിനുശേഷം നമുക്കൊരു റെഡും അതേപോലെ തന്നെ ഒരു ഗ്രീനും ആയിട്ടുള്ള ഒരു സർക്കിൾ കാണാം. അപ്പം ആ ഒരു ഗ്രീൻ സർക്കിൾ വരുമ്പോഴാണ് നമ്മൾ ആ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത്. ക്യാപ്ചർ ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും, അതിൽ അപ്ലോഡ് ചെയ്യുക. ഇതിനുശേഷം നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ ഡ്രോ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഡ്രോ ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ആയിരിക്കും നമുക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരിക. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സിഗ്നേച്ചർ ആയിട്ട് ഇങ്ങനെ കൊടുക്കാം. അത് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം യൂസ് ദിസ് സൈൻ ഇമേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക.
ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ ആനുവൽ ഇൻകം ആണ്. അപ്പൊ ആനുവൽ ഇൻകം എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു രീതിയിൽ കൊടുക്കുക. അപ്പം ഞാനിതാണ് 5 to 10 lakhs ആണ് ഞാൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ ഏതാണെന്ന് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ അവിടെ കൊടുക്കുക. പ്രൈവറ്റ് സെക്ടർ സർവീസ്. അതേപോലെ തന്നെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, അവിടെയും നമ്മുടെ എക്സ്പീരിയൻസ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസിൽ അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അഥവാ നിങ്ങൾക്ക് ഹോൾഡിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഏകദേശം ഒരു 1 lakhന് above ഹോൾഡിംഗ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഓപ്ഷൻസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഇതിന്റെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. കൊമോഡിറ്റി ട്രേഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് പ്രൊസീഡ് അഹെഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അഥവാ നെറ്റ്വർക്ക് സർട്ടിഫിക്കറ്റ്, DP ഹോൾഡിംഗ് സ്റ്റേറ്റ്മെന്റ്, IT റിട്ടേൺ, അതേപോലെ തന്നെ സാലറി സ്ലിപ്പ്. ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ജസ്റ്റ് പേരിന് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്ലോഡ് ദ ലേറ്റസ്റ്റ് ഡോക്യുമെന്റ് എന്നാണ്. അപ്പൊ ഒരു 6 month മിനിമം ട്രാൻസാക്ഷൻ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അപ്പം അതിന്റെ താഴെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മിക്ക ബാങ്കുകളും ഇപ്പം പാസ്വേഡ് പ്രൊട്ടക്ഷൻ ഫയൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇനി നമുക്ക് ബാങ്ക് വെരിഫൈ ആണ് ചെയ്യുന്നത്. ബാങ്ക് വെരിഫൈ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. നമ്മളെല്ലാവരും ഗൂഗിൾ പേ അതേപോലെ UPI ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. അപ്പം അത് ത്രൂ നമുക്ക് നമ്മുടെ ബാങ്ക് ഈസി ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റർ IFSC കോഡ് ആൻഡ് അക്കൗണ്ട് നമ്പർ മാനുവലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ് UPI വഴി നമുക്കിത് ചെയ്യുന്നത്. അപ്പം ആ വെരിഫൈ ബാങ്ക് ഇൻസ്റ്റന്റ്ലി വിയ UPI എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് 1 രൂപയാണ് നമ്മൾ അതിനകത്ത് പേയ്മെന്റ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്കാൻ ചെയ്യുക, ഈ ഒരു QR കോഡ്. അപ്പൊ തന്നെ നമുക്ക് ഒരു 1 rupees പേ ചെയ്യാൻ വേണ്ടി പറയും. അത് നമ്മൾ സെൻഡ് ചെയ്യുക. അത് നമ്മൾ പേയ്മെന്റ് സെൻഡ് ചെയ്ത പാടെ തന്നെ നമുക്ക് ഈ ഒരു വിൻഡോ കാണാം. പേയ്മെന്റ് ഡൺ, 1 rupees ക്രെഡിറ്റഡ്, അക്കൗണ്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ കാണും. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ധന്യന്റെ ഈ ഒരു ബാറിലേക്ക് വരിക. അപ്പൊ തന്നെ നമ്മുടെ കംപ്ലീറ്റ് അക്കൗണ്ട് നമ്പർ, IFSC കോഡ്, ബ്രാഞ്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രൊസീഡ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ പോകുന്നത്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് പ്രൊസീഡ് ടു ഇ-സൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ ആധാർ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഇനി സെൻഡ് OTP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ ഒരു നമ്പർ നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഒരു OTP വരുന്നതായിരിക്കും. OTP കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് പറഞ്ഞൊരു ബാറിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടെ നമ്മുടെ KYC പ്രോസസ്സും ഇ-സൈനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ബാറിലേക്ക് വരിക. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടിങ് കാണാം. ഏകദേശം ഒരു 15 സെക്കൻഡ് കൊണ്ട് നമ്മുടെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആകുകയാണ്. അതിനുശേഷം ഇനി 2 ദിവസത്തിനുള്ളിലായിരിക്കും നമ്മുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കാരണം ഇത് ഡിപ്പോസിറ്ററിയിലേക്കൊക്കെ പോയി വെരിഫൈ ചെയ്ത് നമ്മുടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് അവർ ചെക്ക് ചെയ്തതിനു ശേഷമായിരിക്കും നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ആകുക. മിക്കവാറും അതൊരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആകുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക. ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആണിത്. 0 AMC ആണ്. അതേപോലെ തന്നെ ബ്രോക്കറേജ് ഒക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോപ്പി മാർക്കോസ്.